ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ച് ആൻഡ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്യാവശ്യം നന്നായി തയ്ക്കാൻ അറിയണവരാണെച്ചാലും നമ്മൾ ഈ ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗം വരുമ്പോൾ മാത്രം നമുക്ക് ആ കറക്റ്റ് പെർഫെക്ഷൻ കിട്ടാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് സ്ലിറ്റ് എങ്ങനെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ സ്ലിറ്റ് തയ്ക്കേണ്ട ആ ഒരു ഭാഗത്ത് 1 ഇഞ്ച് മാത്രം നമ്മൾ തുണി എടുത്താൽ മതി കേട്ടോ. അതിൽ കൂടുതലൊന്നും എടുക്കണ്ട. അപ്പോൾ ഇതുപോലെ 1 ഇഞ്ചിൽ ലൈനായിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു പീസ് തുണി വേണം. അത് 1.25 ഇഞ്ച് വീതിയും 2 ഇഞ്ച് നീളത്തിലും ഇതുപോലെ ഒരു പീസ് തുണി ഇതുപോലെ മടക്കി കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അരികു കൂടി തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ച് കറക്റ്റായിട്ട് നമ്മൾ പതുക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. തിരക്കൊന്നും പിടിക്കാണ്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് അരികിൽ കൂടിയും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ആ സ്ലിറ്റിൻ്റെ ഭാഗം കറക്റ്റ് നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി വിട്ടു പോകും, സ്റ്റിച്ച് ഇതുപോലെ മേളിക്ക് കയറിപ്പോവും, അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ ഒരു പീസ് തുണി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ തയ്ക്കാന്ന് വെച്ചാൽ. പിന്നെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടി നോക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ സ്ലിറ്റ് തയ്ക്കേണ്ട ഭാഗത്ത് 1 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിന് ശേഷം നമ്മളൊരു ലോങ് സ്റ്റിച്ചാണ് ഇടുന്നത്. അത് 2 തുണി ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം, അതായത് ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗത്തെ തുണി ഇതുപോലെ ഒരുമിച്ച് നല്ല ഭാഗവും വെച്ചിട്ട് വേണം കേട്ടോ തയ്ക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ലോങ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തുണി ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ആ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലോ സൈഡിൽ, അപ്പോൾ അതിതുപോലെ 1/2 ഇഞ്ച് വീതം ഇതുപോലെ 2ആയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആ അരികിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ശ്രദ്ധിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് നമ്മൾ നോർമൽ സ്റ്റിച്ചായിട്ട് മാറ്റി കൊടുക്കണം കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഇതുപോലെ പതുക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതുപോലെ മടക്കി കൊടുത്ത് അരികിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് മറ്റേ സൈഡും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്ലിറ്റ് തയ്ച്ചെടുക്കാം. ഇനി നമ്മൾ ആ ലോങ് സ്റ്റിച്ച് കൊടുത്തത് ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് ആ നൂലൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്ലിറ്റ് ഇതുപോലെ കറക്റ്റ് പെർഫെക്ഷനോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സ്ലിറ്റ് തയ്ച്ചിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.